വെച്ച് പൊറുപ്പിക്കില്ലേ ഞാൻ അവളെ. വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ. ആ അവളെ തീരുന്നവരെ ആ മോഡുലേഷൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ ഓക്കെ മാം. വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ. നീ അത് വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ. ഞാൻ അവളേൽ റിലാക്സ് ആയി പോവരുത്. ഓക്കെ മാം. വൺസ് മോർ. വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ. അല്ല, ഒന്നുകൂടി എടുക്കാമേ. നീ ഇപ്പൊ താഴോട്ട് പോന്നു. വെച്ച് പൊറുപ്പിക്കില്ല. ആ ഒരു ലോയിലേക്ക് പോവാതെ പിച്ചിൽ തന്നെ പറ. ആ കുട്ടിയുടെ മുഖം കണ്ടോ? അവർ കുറച്ച് എങ്ങല്ലേ, അവരുടെ റെൻഡറിങ്ങും കുറച്ച് മുകളിലല്ലേ നിൽക്കുന്നത്. വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ, വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ എന്ന് പറയുമ്പോൾ അത് താന്നു പോകുന്നു. അണ്ടർ പെർഫോമൻസ് പോലെയോ ആ പെർഫോമൻസ് അവളുടെ ഫേസുമായിട്ട് മാച്ച് ചെയ്യാത്ത പോലെയില്ലേ. കുറച്ചുകൂടെ പിച്ചിൽ വന്നിട്ട് വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ. ഓക്കെ. വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ. ഒന്നുകൂടി പോവാം. കുറച്ചുകൂടെ ശ്രുതി കൂട്ട്, മേലോട്ട് പോകും. വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ. വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ. നീ ഇപ്പൊ പറയുന്നത് വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ എന്നാണ്. രണ്ടും മാച്ച് ആവുന്നില്ല, കണ്ടോ? ഓക്കെ മാം. വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അവളെ. അതെ അതെ. ഓക്കെ അല്ലേ മാം? യെസ്. ഹായ്. ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും എത്രയോ പേര് അഭിനയിക്കുന്നു, ആദ്യമായിട്ട് അഭിനയിക്കുന്നു, അവരൊക്കെ വന്ന് സിമ്പിളായിട്ട് ഡബ് ചെയ്തു പോകുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് മാത്രം എന്തുവാണ് ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കണം, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ടേക്ക് കെയർ ചെയ്യണം, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. അത് ഒരു കാര്യം, അവർ ഒരു നല്ലൊരു ഒരു പ്രൊഡക്ഷൻ ടീമിനൊപ്പം നല്ലൊരു ഡയറക്ടർ, 3-4 ADs, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ക്യാമറാമാൻ, ഇങ്ങനെ പലരുടെയും ഗൈഡൻസിൽ അഭിനയിച്ച് അവർ സ്വയം എല്ലാ ഭാഗത്തുനിന്നും അവർക്ക് ട്രെയിനിങ്ങും സജഷൻസും ഒക്കെ കിട്ടും. സമയം എടുത്തായിരിക്കും അവർ ഓരോ ഡയലോഗും പഠിച്ചും ഡയറക്ടർ അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. AD വീണ്ടും അത് റിമൈൻഡ് ചെയ്യും, തെറ്റുവന്നാൽ കട്ട് ചെയ്ത് വീണ്ടും എടുക്കും. അങ്ങനെ അവർ സ്വന്തം ക്യാരക്ടർ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ട് ഇപ്പോൾ ലൈൻ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. പണ്ട് ഡബ്ബിങ് മാത്രമേ ഉള്ളൂ. വീണ്ടും ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വന്ന് അവർ ചെയ്ത് ഫലിപ്പിച്ച ഒരു ക്യാരക്ടർ അതെങ്ങനെയാണ് അവർ ചെയ്തതെന്നുള്ള അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുമല്ലേ. അപ്പോൾ അവർ വീണ്ടും വന്ന് അത് ചെയ്യുമ്പം അവർക്ക് അത് വീണ്ടും അവർ അതേ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല, അവരത് ചെയ്തിട്ട് പോകും. അവിടെയും ഉണ്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലും ഈ ഡയറക്ടറും അസിസ്റ്റൻറ്റ് ഡയറക്ടറും സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ എല്ലാവരുടെയും ഗൈഡൻസിലാണ് അവർ പറഞ്ഞു വന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എളുപ്പം. പിന്നെ നമ്മൾ ചെയ്ത ഒരു സാധനം അതിന് നമ്മൾ ഉൾക്കൊണ്ട ഭാവം എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ അവതരിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ട് ആ കോൺഫിഡൻസോടെ നമ്മളങ്ങ് ഡെലിവറി ചെയ്യുമ്പം അവർ വളരെ നാച്ചുറലായിട്ട് ആ ക്യാരക്ടർ പറഞ്ഞ് ഫലിപ്പിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് മിക്കവാറും ഡയറക്ടേഴ്സും ഈവൻ ആർട്ടിസ്റ്റ് പോലും പലപ്പോഴും സ്വയം ഡബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു ചോർച്ച വരുന്നില്ല. പക്ഷേ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റാരോ ചെയ്ത് വെച്ച ഫലിപ്പിച്ച് വെച്ച കംപ്ലീറ്റ് ചെയ്ത ഒരു ഫയലാണത് അല്ലേ. അതിന് നമ്മൾ ശബ്ദം കൊണ്ടൊരു വേറൊരു ഭാവവും രൂപമല്ല, അതിന് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തോ അല്ലെങ്കിൽ അതേപടിയോ ഒപ്പിച്ച് ചെയ്തെടുക്കുകയാണല്ലേ. അപ്പം മറ്റൊരാൾ ഉൾക്കൊണ്ട ഭാവം എന്താണ് ആ സമയത്ത് എന്നുള്ളത് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്നോ ഉള്ള പറഞ്ഞറിവല്ലാണ്ട് അവിടെ നമ്മളിലേക്ക് അത് ഉൾക്കൊണ്ടൊരു വേഷപ്പകർച്ചയാണ് നടത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ഒത്തിരി നന്നാവാം, ചിലപ്പോൾ അത് അണ്ടർപ്ലേ ആയി പോവാം, ചിലപ്പം ഓക്കെ എന്നുള്ള രീതിയിലാവാം. ഇങ്ങനെ പല കടമ്പകളുണ്ട്. നമ്മൾ മറ്റൊരാളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവരായി മാറാൻ ശ്രമിച്ച് അത് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഡ്രോപ്സും ഒക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പം മാക്സിമം നമ്മൾ ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ഫലിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന് ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും. അവരുടെ ടൈമിങ്ങും മോഡുലേഷനും നമ്മളത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നും അതങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ. അത് ചിലപ്പോൾ ഒരു അന്യഭാഷാ നടിയാണ് അഭിനയിക്കുന്നതെങ്കിൽ അതത്ര സുഖം ഉണ്ടാവില്ല. ഇനി ഡബ്ബിങ്, അതായത് വേറൊരു ഭാഷയിൽ നിന്നും നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് ഡബ്ബ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ്. എൻ്റെ അനുഭവത്തിൽ സ്ട്രെയിറ്റായിട്ട് ചെയ്യുന്നതിനേക്കാളും പാടാണ് ഒരു അന്യഭാഷയിൽ ഷൂട്ട് ചെയ്ത ഒരു സാധനം നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ. അവിടെ നമ്മൾ അവരുടെ ടൈമിങ്സ്, അവരുടെ ഇമോഷൻസ്, അവരുടെ പിച്ചിങ്, അവരുടെ എക്സ്പ്രഷൻസ് എല്ലാത്തിലും
ഓരോ സ്റ്റേറ്റിനും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതിനൊത്തിരി ബ്ലോക്കേജസ് ഉണ്ട്, അത് കടന്നുകൊണ്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരേ ഡയലോഗ് നമുക്ക് പല മോഡുലേഷനിൽ പറയാമല്ലേ. ആ ക്യാരക്ടർ അവിടെ ഏത് മോഡുലേഷനിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫേസിലെ എക്സ്പ്രഷൻ ഏത് രീതിയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ വേണം പറയാൻ. ഇപ്പം തന്നെ ഈ ഡയലോഗ് വെച്ച് പൊറുപ്പിക്കില്ല ഞാനവളെ, ഇത് ഇങ്ങനെ ഒരു ഡയലോഗാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3-4 രീതിയിൽ ഞാനിപ്പോൾ പറയാമല്ലേ, കേട്ടോളൂ. വെച്ച് പൊറുപ്പിക്കില്ല ഞാനവളെ, വെച്ച് പൊറുപ്പിക്കില്ല ഞാനവളെ, വെച്ച് പൊറുപ്പിക്കില്ല ഞാനവളെ, വെച്ച് പൊറുപ്പിക്കില്ല ഞാനവളെ. ഇങ്ങനെ പല മോഡുലേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ആ ആർട്ടിസ്റ്റ് അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നോ, അവിടെ ഏത് സിറ്റുവേഷനാണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം പറയാനല്ലേ. ഇതിലേത് എങ്ങോട്ട് മാറിയാലും പ്രശ്നമാണ്. ഉദാഹരണത്തിന് ഇപ്പം അമ്മ എന്നൊരു ഡയലോഗ് ഉണ്ടെങ്കിൽ അത് അമ്മ നമുക്ക് എത്ര രീതി പറയാം. അമ്മേ 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 അമ്മേ, ഇങ്ങനെ നമുക്ക് ഒരു ഡയലോഗിന് തന്നെ പല തലത്തിലുള്ള മോഡുലേഷൻസ് ഉണ്ട്, ഭാവങ്ങളുണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്. എവിടെ ഏത് മീറ്ററിൽ ഏതളവിൽ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നിടത്താണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ്. അതൊരിക്കലും ആരും മറക്കരുത്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണം. കാരണം നമ്മൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഹോംവർക്ക് ആവശ്യമാണ്. അതുപോലെ ഇതിനും ചിരി നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ആർട്ടിസ്റ്റുകളോട് പറയാറുണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് മിറർ എക്സസൈസ് ചെയ്യാൻ. അതുപോലെ നമുക്കും നമ്മുടെ വോയിസ് ഹോംവർക്ക് ചെയ്യണം. ഓരോ എക്സ്പ്രഷനും ഹോംവർക്ക് ചെയ്ത് നോക്കണം. ചെയ്ത് പിന്നൊരു പരിധി കഴിയുമ്പം തന്നെ വരാൻ തുടങ്ങും. So practice it.